ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായുണ്ട്. ദീപക്, ഇപ്പോൾ ഇതിൽ പാർട്ടിയും നിലപാട് വ്യക്തമാക്കുകയാണ്. രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് വനമന്ത്രി ആദ്യം 24-നോടാണ് പറഞ്ഞത്. അതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. കുറച്ചുകൂടി കാര്യങ്ങൾ MP ഗോവിന്ദൻ ഇപ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിൽ തർക്കമില്ലല്ലോ ദീപക്? അനുജ, ഒരു തർക്കവുമില്ല. കാലത്ത് 24-നോട് ഗുഡ് മോർണിംഗ് വിത്ത് SKNൽ വനം മന്ത്രി പറഞ്ഞതിനെ എൻഡോസ് ചെയ്യുക മാത്രമല്ല, കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ നിലമ്പൂരിൽ വെച്ച് നടത്തിയത്. കാരണം അദ്ദേഹം ഈ വിവരങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം, മാത്രമല്ല അദ്ദേഹം 24-ൻ്റെ പേര് എടുത്തു പറയുകയും ചെയ്തു. അവിടെ നിന്നും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനം മാത്രവുമല്ല, പ്രാദേശികമായി പാർട്ടിയിൽ ഒരു പരിശോധന നടന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നു ഇതിലൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്, ഇത് പന്നിയെ കൊല്ലാൻ മാത്രമാണ് വെച്ചത് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അതുകൊണ്ട് ഈ പ്രതി വിനീഷിൻ്റെ CDR ഉൾപ്പെടെ പരിശോധിച്ച് പുതിയ തലത്തിലേക്ക് അന്വേഷണം കടക്കണമെന്നാണ് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞത്. കാലത്തു നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നു, അതിനുശേഷം പാർട്ടി ഇത് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം അനുജ, ഇതിൽ ഈ കുട്ടിയുടെ മരണത്തിനിടയാക്കിയ ആ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ UDFൻ്റെ പ്രതിഷേധം വരുന്നു. ഈ CPIMൻ്റെ A വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവരെ തടയുന്നു. ആ തടഞ്ഞ കാര്യം ഉൾപ്പെടെയുള്ളതിനെക്കുറിച്ച് ഗോവിന്ദ മാഷ് പറയുന്നു ഇതെല്ലാം നേരത്തെ ആസൂത്രിതമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ആ സംശയമാണ് ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പ്രകടിപ്പിച്ചിട്ടുള്ളത്. B ദിലീപ് കുമാർ കൂടിയുണ്ട്. ദിലീപ്, ഇതിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ വിഷയത്തെ ഏത് തരത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF അതിനെ മുതലാക്കാൻ ശ്രമിക്കുന്നത് എന്നതിന്റെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്നല്ലേ പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയത്? അനുജ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള ഈ ദാരുണ സംഭവമാണ് പ്രധാന ചർച്ചാ വിഷയമാകുന്നത്. നിരവധി വിഷയങ്ങൾ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ചർച്ചയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും സജീവമായി ചർച്ചയാകുന്നത് ഈ വിഷയം തന്നെയാണ്. വഴിക്കടവിന് സമീപം വെള്ളക്കട്ടയിൽ 15-കാരൻ 10ാം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവിന്റെ ദാരുണമായ മരണമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിച്ചാണ് ഇപ്പോൾ ഭരണപക്ഷവും CPIMും ഒക്കെ രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം ഇതിനെതിരെ ശക്തമായി ഇക്കാര്യത്തിൽ വൈദ്യുതി വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും അനാസ്ഥയുണ്ടെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. നേരത്തെ 24-നോട് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത് ഇക്കാര്യത്തിൽ ഗൂഢാലോചനയുണ്ട്, അക്കാര്യം അന്വേഷിക്കണമെന്നായിരുന്നു. അതിന്റെ ചുവട് പിടിച്ചു തന്നെയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും പറയുന്നത്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യം പരിശോധിക്കണം. സ്ഥലത്തെ വാർഡ് മെമ്പർ, അദ്ദേഹം അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയാണ്, UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ വാർഡിൽ ഇത്തരം ഒരു നിയമവിരുദ്ധ പ്രവർത്തനം ആവർത്തിച്ചു നടന്നിട്ടും അക്കാര്യം എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന കാര്യം, അതായത് ഈ വാർഡ് മെമ്പർക്കുള്ള പങ്ക്, ഇക്കാര്യത്തിൽ പങ്ക് എന്ന് വ്യക്തമായി പറഞ്ഞില്ല, പക്ഷേ വാർഡ് മെമ്പറെ കുറിച്ചും ഇക്കാര്യത്തിൽ അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ അതിൽ അടിവരയിട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ പങ്ക് കൂടി അന്വേഷിക്കണമെന്ന് തന്നെയാണ്. ഇക്കാര്യത്തിൽ കസ്റ്റഡിയിലുള്ള പ്രതിയുടെ ഫോൺ കോളുകൾ, അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കണമെന്നും അതിലൂടെ ഈ വസ്തുതകൾ പകൽ പോലെ വ്യക്തമാണ്, അക്കാര്യം പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്നുമാണ് CPIM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. UDFന് വീണ് കിട്ടിയ ഒരു അവസരം എന്ന നിലയിലാണ് അവർ അതിനെ ഉപയോഗിക്കുന്നത്. എന്നാൽ വസ്തുതകൾ എന്താണ് എന്ന കാര്യം അന്വേഷിക്കാൻ അവർ മെനക്കെടുന്നില്ല. ഈ സംഭവ സ്ഥലത്തു തന്നെ ഇനിയും ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാത്ത തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ 24-ലൂടെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ എന്തിനാണ് പ്രതിപക്ഷം ഈ നിലയിൽ ഈ വിഷയങ്ങളെ ഉപയോഗിക്കുന്നത് എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ പറഞ്ഞത്. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിലാണ് രാഷ്ട്രീയ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം, അത് പ്രതിയുടെ ഫോൺ കോൾ വിശദാംശങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അല്പസമയം മുൻപ് CPIM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ വ്യക്തമാക്കിയത്.